എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള പാൻ കേക്കിന്റെ റെസിപ്പി ചെയ്താലോ. അപ്പോൾ പാൻ കേക്ക് എന്ന് പറയുന്നത് കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട പാൻ കേക്ക്സ് ഒന്നും തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കണേ നോക്കിയാലോ. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കണത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത അപ്പം തന്നെയുള്ള ഒരു പാലോ അല്ലെങ്കിൽ ചൂടോടുകൂടിയ പാലോ ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ മെഷർ ചെയ്തിട്ട് 1/4 കപ്പ്, അതായത് 250 ml കപ്പിൽ 1/4 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. പിന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാട്ടെ ഇതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അളന്നതിന് ശേഷം തന്നെയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറുള്ളത് തന്നെ ഉപയോഗിക്കുക. ഒരിക്കലും ചൂടുള്ള ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. എപ്പോഴും പാൻ കേക്കിന് ബേക്കിംഗ് പൗഡർ ആയിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം, അത്രയും തന്നെ മതി. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസും ആവരുത്, അതുപോലെ ഒരുപാട് തിക്കും ആവരുത്. ആ ഒരു രീതിയിൽ വേണം. നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് പരന്ന് വരണം. ആ ഒരു രീതിയിലായിരിക്കണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മളൊരിക്കലും ദോശയൊന്നും തയ്യാറാക്കണ പോലെ പരത്തിയെടുക്കാറില്ല പാൻ കേക്ക്സ് തയ്യാറാക്കണ സമയത്ത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ പാൻ കേക്ക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്ത് അപ്പം തന്നെയാണ് തയ്യാറാക്കി എടുക്കുക. എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. ഇപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണല്ലോ പാൻ കേക്ക്സ് എന്ന് പറയുന്നത്. ഇനി ചൂടായിട്ടുള്ള തവയിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തവയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ്, അതായത് തവ ചൂടായതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, തന്നെ ഇതുപോലെ ഒന്ന് പരന്ന് വന്നോളൂ കേട്ടോ. അതുപോലെ നിറയെ ഹോൾസ് വരും. ഇത് നന്നായിട്ട് കുക്കായിട്ട് വരുന്ന ആ സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ ഹോൾസും വന്നതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളറിൽ എടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ഷെയ്ഡിൽ ആക്കിയെടുക്കാം. സാധാരണ രീതിയിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് പാൻ കേക്ക്സ് ഇരിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. ആ ഒരു മുട്ടയുടെ ഒന്നും, അതായത് ആ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു ഫ്ലേവറൊന്നും വരില്ല. ഇപ്പോൾ വാനില എസൻസ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. 2 രീതിയിലാണെങ്കിലും നന്നായിട്ട് തന്നെ വരും. ഒരു 5-6 ഡ്രോപ്സ് മാത്രം മതി കേട്ടോ വാനില എസൻസ് ഇതിലേക്ക്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പാൻ കേക്കും തയ്യാറാക്കിയെടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായിട്ടുള്ള തവയിലേക്ക് ഈ ഒരു ബാറ്റർ ഒരു തവി ഒഴിച്ച് കൊടുക്കുക. പരത്തിയെടുക്കണ്ട, തന്നെ പരന്നു വന്നോളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പാൻ കേക്ക് കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അധികം തിക്കായിട്ടൊന്നും വന്നിട്ടില്ല എന്ന്. പക്ഷേ ഇത് കുക്കായിട്ട് വരുന്ന സമയത്ത് തിക്കായിട്ട് തന്നെ വന്നോളും. കാരണം നമ്മളിതിലേക്ക് മുട്ട അതുപോലെ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഈവനായിട്ടൊരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ വരണം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക.
അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ തയ്യാറാക്കിയെടുത്ത രീതിയിൽ അധികം കളർ വരണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മേപ്പിൾ സിറപ്പിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഹണി ഉണ്ടല്ലോ തേനിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ന്യൂട്ടെല്ല പോലുള്ള ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഏതാ നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പാൻ കേക്ക് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നമുക്കത് കഴിക്കാട്ടില്ല. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇനിയിപ്പോൾ തയ്യാറാക്കി എടുക്കട്ടെ. ഇതിപ്പോൾ അവസാനം ബാറ്റർ തീർന്നു, അവസാനമുള്ളതാണ്. ഇതുപോലെ ചെറിയ പാൻ കേക്ക്സ് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെറിയ പാൻ കേക്ക്സ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പാൻ കേക്ക്സ് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് പാൻ കേക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എല്ലാ പാൻ കേക്ക്സും റെഡി ആയിട്ടുണ്ട്. 5 മുതൽ 6 വരെയാണ് ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു പീസ് ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പാൻ കേക്ക് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ തേനോ ഏത് വേണമെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും ഈ പാൻ കേക്ക്സ് ഈ സിറപ്പ് നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്തോളും. നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി, താഴെയുള്ള പാൻ കേക്ക്സിൽ വരെ ഇത് നന്നായിട്ട് തന്നെ വന്നോളൂ കേട്ടോ ഈ ഒരു സിറപ്പ്. അപ്പോൾ മധുരം നമ്മൾ പാൻ കേക്ക്സിൽ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സിറപ്പിൽ എന്തായാലും മധുരം ഉണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇതിപ്പോൾ ആവശ്യത്തിന് മധുരമുള്ളൊരു പാൻ കേക്ക് തന്നെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ സ്ട്രോബെറി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, അല്ലാതെ ഇടുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടെ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള പാൻ കേക്കാണ്. ഒരുപാട് ടൈപ്പ് പാൻ കേക്ക് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ വേറെ ടൈപ്പ് പാൻ കേക്കിൻ്റെ റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി